ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. 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 കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിലൊക്കെയും കർത്താവ് നിങ്ങളുടെ നടുവിൽ ചെയ്യുന്ന വലിയ പ്രവൃത്തികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആഴമായി തന്നെ ദൈവാത്മാവ് ഇന്ന് സംസാരിക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വ്യാപരിക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് നമ്മളെ സഹായിക്കുന്നല്ലോ. കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ ചൊരിയുന്നതിനായി സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു കൂടി രാമൻ പറഞ്ഞാട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 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 സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. എത്ര പേര് വചനമാകുന്ന മരുന്നിനെ ഭക്ഷിച്ചവരുണ്ട്? ആമേൻ. 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 കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ ഉള്ളിൽ കർത്താവ് ഇങ്ങനെ തന്നാണ് ഒരു മിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. 1-2 മിനിമാർ നമ്മുടെ പ്രാർത്ഥനയിലുണ്ടെന്ന് എനിക്ക്. മാർച്ച് മാസത്തിൽ ജനിച്ച മിനി എന്ന് പറയുന്ന വ്യക്തി സൂമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ റിപ്ലൈ തന്നോണം. നമ്മുടെ സൂമിലുണ്ടോ എനിക്കറിയത്തില്ല. സൂമിൽ 1-2 മിനിമാർ ഞങ്ങൾക്കുണ്ട്. പക്ഷേ മാർച്ച് മാസത്തിലാണോ ജനിച്ചെന്ന് എനിക്കറിയത്തില്ല. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് കർത്താവ് സ്പർശിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ വലിയ കൃപ ആ തകർന്ന അവസ്ഥകളെ ദൈവം പണിയപ്പെടാൻ പോവുകയാണ്. കുടുംബത്തിൻ്റെ അകത്ത് ഇടർച്ചകളെ മാറ്റി ഐക്യതയെ കർത്താവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നമ്മൾ ഇന്നലെ കേട്ട വചനഭാഗങ്ങൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആത്മാവെന്ന അകത്തെ മനുഷ്യനെ മായമില്ലാത്ത പാലാകുന്ന വചനം നൽകി ബലപ്പെടുത്തുക. നിങ്ങൾ നിങ്ങളുടെ ആമേൻ. വിഷയങ്ങൾ അത്ഭുത സാക്ഷ്യമായി തീരും. ആമേ. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു നമ്മുടെ സ്പിരിച്വൽ മാൻ സ്ട്രെങ്ത് പ്രാപിക്കുവാൻ പറ്റുന്ന, വളർച്ച പ്രാപിക്കുവാൻ കഴിയുന്ന, വളരുന്ന ആത്മമനുഷ്യൻ. അതിന് ഉദാഹരണങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞു. നമുക്ക് യേശുവിൽ വന്നിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകുക. ഏതൊരു മനുഷ്യനും ഷോക്ക് ഉണ്ടാവും. പ്രശ്നങ്ങൾ വരുമ്പോൾ, ഏതെങ്കിലും ഒരു വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ഷോക്കാവും. പക്ഷെ ആ ഷോക്കിൽ നിന്നും ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണ മനുഷ്യൻ ഓവർകം ചെയ്യുന്നത് ഇങ്ങനൊരു വാക്ക് പറയും, എല്ലാ നന്മയ്ക്ക്. അതായത് യേശുവിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തി പറഞ്ഞാണ് എന്തായാലും വിധി എന്നൊക്കെ പറഞ്ഞ് അവൻ അതിനെ ഓവർകം ചെയ്യുമ്പോൾ, യേശുവിലുള്ളവൻ ഒരു വിഷയം വരുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് കൈകാര്യം ചെയ്യുവാൻ അകത്തുനിന്നൊരു മുഴക്കം അല്ലെങ്കിൽ ഒരു പ്രേരണ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ മാൻ സ്ട്രെങ്ത് ആകുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ തുടക്കത്തിൽ തന്നെ അതുകൊണ്ട് കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് 2 ദിവസമായിട്ട് എനിക്ക് വാട്സാപ്പിൽ പല ആൾക്കാർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. എനിക്കൊരു ഒത്തിരി പ്രയർ റിക്വസ്റ്റുകളും മറ്റുമൊക്കെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രയർ അയക്കുന്നവർ പറഞ്ഞു, ഈ 1-2 ദിവസം ഞാൻ ഇച്ചിരി തിരക്കിലായിരുന്നു, ഈ നാളെയും കൂടെ ഞാൻ ഇച്ചിരി ബിസിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് റിപ്ലൈ തരാൻ കഴിയാത്തത്. എനിക്കറിയാം. നിങ്ങൾ വിഷമിക്കേണ്ട. കർത്താവിൻ്റെ കൃപയാൽ ഞാൻ ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ കണ്ടില്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഓപ്പൺ ചെയ്തൊന്ന് റിപ്ലൈ തരാൻ കാര്യം ഒത്തിരി വന്ന് കിടപ്പുണ്ട് മെസ്സേജുകൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റിപ്ലൈ തരാൻ കഴിഞ്ഞില്ല. ടൈമിൻ്റെ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഈ ഒരു സമയത്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഫ്രീ ആകാൻ പറ്റുന്നത്. ബാക്കിയൊക്കെ 1-2 കാര്യത്തിൽ ഞാൻ വല്ലാത്ത തിരക്കിലായിപ്പോയി. അതുകൊണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പം നിങ്ങൾ മെസ്സേജ് അയച്ചവർ ഞാൻ കോൾ കാണാഞ്ഞിട്ടല്ല, എടുക്കാഞ്ഞിട്ടല്ല, അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ്. നാളെ കഴിഞ്ഞ് നമുക്ക് ഫ്രീ ആകാൻ പറ്റും. കർത്താവിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം നമ്മുടെ അകത്ത മനുഷ്യനെ നമ്മൾ ബലപ്പെടുത്തുക. അകത്ത മനുഷ്യനെ ബലപ്പെടുത്തുക. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. ശ്രദ്ധിച്ചോണം. അകത്ത മനുഷ്യൻ സ്ട്രെങ്ത് ആയിക്കഴിഞ്ഞാൽ, പലപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നമ്മുടെ അകത്ത മനുഷ്യനോട്. ആരെങ്കിലും ആ വാക്യം ഓർക്കുന്നുണ്ടോ? റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ആ വാക്യം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? റോമാലേഖനത്തിൽ ആത്മാവ് താൻ നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. 8-ന്റെ 16 തോന്നുന്നു. 8-ാം അധ്യായത്തിലാണ്. 8-ന്റെ 16 8-ലാണ്. അതായത് അല്ല, മറ്റേ നമ്മള് അന്യഭാഷ സംസാരിക്കുകയാണെങ്കിൽ അത് 10-ന്റെ 26. 10-ന്റെ 26 അന്യഭാഷ. റോമാലേഖനം 8-ാം അധ്യായം നമ്മുടെ ആത്മാവ് താൻ ആത്മാവോട് സാക്ഷ്യം പറയുന്നത് 8-ാം അധ്യായമെങ്കിൽ അത് കറക്റ്റ് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. വചനം പറയുമ്പോൾ കറക്റ്റ് ഓർത്തോണം നമ്മളത്. റോമാലേഖനത്തിൽ നമ്മൾ കേട്ട 8-ാം അധ്യായത്തിൽ ആത്മാവ് താൻ നമ്മുടെ ആത്മാവോട് എന്ത് ചെയ്യുന്നു? സാക്ഷ്യം പറയുന്നു. ഇനി ശ്രദ്ധിച്ചോണം.
ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ സംസാരിക്കുന്നത് നമ്മുടെ ശരീരത്തോടല്ല. ദൈവം നമുക്ക് ചെവി വന്ന് പറയും, ദൈവം നമ്മുടെ ഹൃദയത്തിൽ സംസാരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇഷ്ടം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്തോടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആത്മാവിനോടാണ്. നമ്മുടെ ശരീരം എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ. കാര്യം എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് കൂടുതൽ നമ്മളുടെ ആത്മാവിനോട് ഇടപെടാൻ കാരണമെന്ന് വെച്ചാൽ, നമ്മുടെ ആത്മാവ് വന്നത് എവിടുന്നാ? ഭൂമിയിൽ നിന്നാണോ സ്വർഗത്തിൽ നിന്നാണോ? ദൈവത്തിൻ്റെ ശ്വാസമാണ് നമ്മുടെ ഉള്ളിലേക്ക് ആത്മാവായി വന്നിരിക്കുന്നത്. അപ്പൊ ഇത് വന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ മനസ്സിലാക്കുവാൻ ഏറ്റവും കൂടുതൽ കഴിയുന്നത് നമ്മുടെ ആത്മാവിനാണ്. കാരണം നമ്മുടെ ആത്മാവിനൊരു പ്രത്യേകത ഉണ്ട്, ഇതിൻ്റെ ഉറവിടം ദൈവത്തിൽ നിന്നായതുകൊണ്ട് ഇതെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ പരിശുദ്ധാത്മാവിനോടാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മളെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. ശ്രദ്ധിച്ചോണം, നിങ്ങൾ കർത്താവിൻ്റെ വചനം കേട്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ ഒരു മനുഷ്യനും ഇല്ലായിരിക്കാം. നിങ്ങളെ മൈൻഡ് ചെയ്യാനോ, നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാനോ, നിങ്ങളെ കൈത്താങ്ങുവാനോ, നിങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യിപ്പിക്കാനോ, ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കാനോ ആരുമില്ലായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങളുടെ അകത്ത മനുഷ്യനുമായി ബന്ധമുള്ള ഒരു പരിശുദ്ധാത്മാവുമായി ബന്ധമുള്ള ഒരകത്ത മനുഷ്യനുണ്ട്. ഞാനതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഈ വ്യക്തിയെ പുഷ്ടിപ്പെടുത്തുക. നമ്മൾ രാവിലെ എണീറ്റ് ആഹാരം കഴിക്കുന്നുണ്ടല്ലേ, ഉച്ചയ്ക്കും വൈകുന്നേരം വൈകിട്ടും ഒക്കെ നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ടല്ലേ. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചോണം, ഈ ആഹാരം കഴിക്കുന്നത് നാളെ എനിക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് അല്ലേ. നമ്മൾ ഫിസിക്കലായിട്ട് എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടി. അങ്ങനെയെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയും, നിങ്ങളുടെ അകത്ത മനുഷ്യനെ ബലപ്പെടുത്തിയാൽ നിങ്ങളുടെ സകല വിഷയങ്ങളെയും മറികടക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും നിങ്ങൾക്ക് സ്ട്രെങ്ത് വർദ്ധിക്കുവാൻ ഇടയായിത്തീരും. അതിനെ പിടിച്ചു മാറ്റുവാനുള്ള സ്ട്രെങ്ത് വർദ്ധിക്കുവാൻ ഇടയായിത്തീരും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു, പിശാചിന് സംശയമില്ലാത്തൊരു കാര്യമാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവൻ പരീക്ഷകൻ വന്നിട്ട് പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുക എന്ന് കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പലപ്പോഴും മലയാളം ബൈബിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെയും അപേക്ഷിക്കുക എന്നുള്ള വാചകമാണ് കൂടുതലും കാണുന്നത്. പക്ഷെ ഇവിടെ മാത്രം കറക്റ്റായിട്ട് അവിടെ പ്ലേസ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് കൽപ്പിക്കുക എന്ന് പിശാചു പറയും. എൻ്റെ അർത്ഥം, ദൈവപുത്രന്മാർക്ക് നിങ്ങളെ ദൈവം മക്കളായിട്ടാണ് കണ്ടിരിക്കുന്നത്. മക്കൾക്കൊരു പ്രത്യേകതയുണ്ട്, മക്കൾക്ക് കൽപ്പിക്കുവാൻ പറ്റും. നമ്മൾ കൽപ്പിച്ചാൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന വിഷയങ്ങൾ അവിടെ മാറിപ്പോകാൻ ഇടയായിത്തീരും. പലപ്പോഴും നമുക്ക് കൽപ്പിക്കാൻ കഴിയാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫിസിക്കൽ മാൻ, ആത്മ മനുഷ്യൻ സ്ട്രെങ്ത് പ്രാപിക്കുന്നില്ല. അതുകൊണ്ടൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ തളർന്നു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവസന്നിധിയിൽ കരയുവാൻ തുടങ്ങും, ദൈവസന്നിധിയിൽ നമ്മൾ പരാതി പറയാൻ തുടങ്ങും, ദൈവസന്നിധിയിൽ നമ്മൾ അപേക്ഷിക്കുവാനും യാചിക്കുവാനും തുടങ്ങും. നമ്മൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കുഞ്ഞുങ്ങൾക്കൊരു വിഷയം വന്നാൽ അവരാദ്യം ചെയ്യുന്നത് എന്തുവാ? അവർക്കൊരു പ്രശ്നം വന്നാൽ, അവർക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു വിഷമം വന്നാൽ അവരെന്ത് ചെയ്യും? അമ്മയോട് പറയല്ല, അവർ ആദ്യം ചെയ്യുന്നത് എന്തുവായിരിക്കും? കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത്. അവര് കരയും, അവര് വലിയ വായിലങ്ങ് കരയും, ഭയങ്കര ഒച്ചത്തിൽ എന്ത് ചെയ്യും? അവർ കരയും. നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് പിടിച്ചു വരുമ്പോഴേക്കും ചെറിയ വിഷയമുള്ളൂ. പക്ഷെ അവരുടെ കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ വലിയ എന്തോ സംഭവിച്ചല്ലോ, നമ്മൾ ഓടി ചെല്ലുമ്പോഴേക്കും നിസാര വിഷയമായിരിക്കും. പക്ഷെ കുറച്ചും കൂടെ അത് വളർന്ന് ഒരു മെച്യൂരിറ്റിയിലേക്ക് എത്തുന്ന സമയത്ത് അതേ ഒരു ചെറിയ വിഷയം വരുമ്പോൾ ആ കൊച്ചു കരയുന്നതാണോ അതോ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണോ നിങ്ങൾ കാണുന്നത്? എന്താ കാണുന്നത്? പരിഹരിക്കുവാൻ. എൻ്റെ അർത്ഥം, അതിന് വളർച്ചയുണ്ടായി. നമ്മൾ സ്പിരിച്വലി നമ്മൾ വളരുമ്പോൾ, നമ്മൾ ഇന്നലകളിൽ കരഞ്ഞ പല വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ കരയത്തില്ല, ദൈവത്തോട് പെറുപെറുക്കത്തില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നത് പറയും. നമ്മുടെ അകത്തുനിന്നൊരു വിശ്വാസം വരും. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ അവിടെ എങ്ങനെയാണോ ഫേസ് ചെയ്യുന്നത്, അപ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ ഇന്നർ മാൻ എത്രത്തോളം സ്ട്രോങ് ആണെന്ന്. നമ്മൾ എത്രത്തോളം ആത്മീയമായി ശക്തരാണെന്ന് അറിയണമെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്? നമ്മൾ ഭയങ്കര ഭയത്തോടും ഭയങ്കര ഭാരത്തോടും നെടുവീർപ്പോടും ദുഃഖത്തോടെ ആണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഇനിയും ആത്മമനുഷ്യനെ ശക്തിപ്പെടുത്താനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ശക്തിപ്പെടുത്തുന്നത്? യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു.
അപ്പൊ എന്ത് ചെയ്യണം? അകത്ത മനുഷ്യനെ ജീവിപ്പിക്കുവാൻ കഴിയുന്ന വചനം കൊടുക്കണം. ആമേൻ. ഞാൻ പറഞ്ഞില്ല, ഈ ദിവസങ്ങളിൽ നിങ്ങളിപ്പം ഇത് ശ്രദ്ധിച്ചോണം. നിങ്ങളിപ്പം ഒരു വചനം പറഞ്ഞുകൊണ്ടിരിക്കുക, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എനിക്ക് അധികാരമുണ്ട്, ഒന്നും ഒരിക്കലും എനിക്ക് ഒരു ദോഷവും വരുത്തത്തില്ല. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് വിചാരിച്ചു. ഈ വചനം നിങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നിങ്ങളുടെ അകത്ത മനുഷ്യൻ ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നമ്മുടെ മലയാളത്തിലൊരു ഭാഷ അങ്ങ് ഉപയോഗിക്കുക, തിന്നുകൊണ്ടിരിക്കുക. ഈ ഭാഷ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലടത്ത് ഭക്ഷിക്കുക എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടം ആ വാക്കാണ് തിന്നുകൊണ്ടിരിക്കുക. തിന്ന് നമ്മൾ എന്ത് കൊണ്ടിരിക്കുക, അല്ലെ വേണ്ട, ഇങ്ങനെ അങ്ങ് പറയാം അല്ലേ, ഭക്ഷിച്ചുകൊണ്ടിരിക്കുക, കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളിത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ വചനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത മനുഷ്യൻ ആ വചനം ഇങ്ങനെ ഭക്ഷിച്ച് ഇതിങ്ങനെ പുഷ്ടി പ്രാപിച്ച് നിൽക്കുക. അപ്പോഴാണ് അതേ വലിയൊരു വിഷയം മുമ്പിരിക്കുന്നത്. പെട്ടെന്ന് നിങ്ങളുടെ ശരീരം എന്ത് ചെയ്യും? വിറയ്ക്കാൻ തുടങ്ങും, മനസ്സ് പയ്യെ പതറാൻ തുടങ്ങും. ഇത് രണ്ടും സംഭവിക്കുമ്പോൾ അകത്തിരിക്കുന്ന മനുഷ്യൻ പൊങ്ങി വന്നിട്ട് പറയും, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. അടുത്ത വാക്യം എന്നാ? അടുത്ത വാക്യം എന്തോ? ഒരിക്കലും ഒരു ദോഷവും നിനക്ക് വരുത്തുകയില്ല. കണ്ടോ? ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിനക്ക് വരുത്തത്തില്ല. ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിനക്ക് വരുത്തത്തില്ല. അപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയം പറയുവാണ്, എന്തോ വലിയ അനർത്ഥം വരാൻ പോവുക, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ, എനിക്കറിയത്തില്ല, എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പറയട്ടെ, ആരും അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യരുത് കേട്ടോ. ആത്മഹത്യ ചെയ്യണ്ട. ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് ഇറങ്ങി വരാൻ പോവുക. എൻ്റെ കുടുംബ വിഷയത്തിൻ്റെ മേൽ കർത്താവ് ഇറങ്ങി വരാൻ പോവുക. നിങ്ങൾ തീർന്നത് കൊണ്ട് അത് തീരത്തില്ല. നിങ്ങളെ വെച്ചുകൊണ്ട് തന്നെ യേശു സാക്ഷിയാക്കും. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഈ വചനം നിങ്ങൾ കൊടുക്കുമ്പോൾ, അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാവോ? അകത്തോട്ട് ഓർത്തോണം, നിങ്ങൾ കൊടുത്താലേ ഉള്ളൂ. അതാ കുഴപ്പം. യേശു പറഞ്ഞ വാക്ക് തെളിച്ചു നോക്കി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഇവിടെ യേശു എന്നല്ല പറഞ്ഞത്, മനുഷ്യൻ എന്നാ പറയുന്നത്. അപ്പൊ യേശുവിൽ വിശ്വസിക്കുന്ന ആത്മ മനുഷ്യനെ ശ്രദ്ധിച്ചോണം. ഞാൻ ചോദിച്ചോളൂ, ലോകത്തിൽ എല്ലാവരും വചനം ഭക്ഷിക്കുന്നവരാണോ? നിങ്ങൾ പറ. നിങ്ങളുടെ അയൽവക്കത്ത് യേശുവിനെ അറിയാത്തവന് വചനം വായിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങളാണ് വചനം വായിക്കുന്നത്. അപ്പൊ നിങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വചനം ഭക്ഷിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകുന്നു വെച്ച് കഴിഞ്ഞാൽ വയറ് നിറയും. ഇനി ശ്രദ്ധിച്ചോണം, ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ ആത്മ മനുഷ്യന് വയറ് നിറയത്തില്ല. ഇതാ കുഴപ്പം. നമുക്കിപ്പോൾ ഒരു ബിരിയാണിയും കഴിച്ച്, ഒരു ചായയും കുടിച്ച്, അല്ലെങ്കിൽ ഒരു ജ്യൂസും കുടിച്ച്, ഒരു ഐസ്ക്രീമൊക്കെ തിന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും വയറ് ഫുള്ളായെന്ന് പറയും. പക്ഷെ ആത്മമനുഷ്യൻ പറയും പോരട്ടെ. എൻ്റെ കാരണം എന്തെന്നറിയോ? അപ്പോൾ സ്ട്രെങ്ത് വേണം. ഹല്ലേലൂയ. നമ്മൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു, നിങ്ങൾ ഒരു വചനം ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറയുക. പരീക്ഷിക്കുക എന്നുള്ള വാക്ക് ബൈബിൾ പ്രകാരം തെറ്റാണ്. എക്സസൈസ് ചെയ്യാൻ പോവുക. നിങ്ങൾ ഈ വചനം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും, അങ്ങനെ കുറച്ച് വചനങ്ങൾ എടുത്തിട്ട് ഒന്ന് ഫീഡ് ചെയ്തേ, ഒന്ന് കൊടുത്തോണ്ടിരുന്നേ, ഒന്ന് ഭക്ഷിച്ചുകൊണ്ടിരുന്നേ. ബ്രദറെ, ഞാൻ ആ വചനമൊക്കെ പറയുന്നുണ്ട് ബ്രദറെ. അതാ നമ്മുടെ അടുത്തൊരു ചോദ്യം. ഒന്ന് പറഞ്ഞിരിക്കുമ്പോണ്ടല്ലോ, അകത്ത് നമ്മൾ പോലും അറിയാത്തൊരു ധൈര്യം ഉണ്ടാകുന്നത് ആർക്കൊക്കെ അത് ഫീൽ ചെയ്തിട്ടുണ്ട്? ആമേൻ. 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 അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് അതുവരെ ഇല്ലാത്തൊരു ധൈര്യം, അതുവരെ എന്തോ ഒരു അനർത്ഥം സംഭവിക്കാൻ പോവാണ്, ഇത് ശരിയാകാൻ പോകുന്നില്ല, ഇതൊന്നും നേരെയാകാൻ പോകുന്നു, അതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെ നിന്നൊക്കെയോ ഒരു പ്രതീക്ഷ. അതിൻ്റെ കാര്യം എന്തെന്നറിയാവോ? അകത്തോട്ട് ചെന്ന വചനത്തിന് നിങ്ങളുടെ അകത്ത മനുഷ്യനെ എവിടെയൊക്കെയോ ബലപ്പെടുത്തി. പക്ഷെ എന്താ സംഭവിക്കുന്നറിയാവോ? നമ്മൾ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യും. ഇല്ല, സ്റ്റോപ്പ് ചെയ്യരുത്. കൂടുതൽ ആഹാരം കൊടുത്താൽ, എനിക്കറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, ഒത്തിരി ആളുകൾ ഈ കർത്താവിൻ്റെ ദൈവവചനം പറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടവരെ എനിക്കറിയാം. പക്ഷെ അവർക്ക് അന്ന് അതിൻ്റെ മർമ്മം അറിയത്തില്ല. ഇവരെന്താ സംഭവിക്കുന്നത്? വലിയ പ്രശ്നങ്ങളുടെ നടുവില്ല. ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ല, എനിക്കറിയാവുന്ന ഒരു ആൻറ്റി, കുടുംബത്തിൽ ഭയങ്കര വിഷയമാണ്. ഇപ്പം നിങ്ങൾക്കൊന്നും അത്രയും വിഷയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കൊണ്ടായിരിക്കാം. ഭർത്താവ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ മദ്യപിച്ചിട്ട് ഒരു ബോധവും ഇല്ലാതെ എടുത്തിട്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകുന്ന രീതിയിൽ വളരെ ക്രൂവലായിട്ട് ഭാര്യ എന്ത് ചെയ്യും? എല്ലാ ദിവസവും പുള്ളി ഇടികൊണ്ട് ഇഞ്ചം പരുവായി. ആരും പിടിച്ചു മാറ്റാൻ വരത്തില്ല.
ആരും വരാൻ ധൈര്യമില്ല. എല്ലാവർക്കും പുള്ളിയോട് സംസാരിക്കാൻ മടിയാ. കാര്യം നമ്മൾ പറയത്ത ഒരു കാടൻ മനുഷ്യനാ. ഒരു കാടനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹവും ഇല്ലാത്ത മനുഷ്യൻ. അങ്ങനെ ഒരു മനുഷ്യനാ. പക്ഷെ ഈ സഹോദരി ഒരു വചനമൊക്കെ കേൾക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ പോയി. ആദ്യമൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എവിടെയൊക്കെയോ ആശ്വാസത്തിന് വേണ്ടി കേൾക്കാൻ വേണ്ടി പോയത്. ശ്രദ്ധിച്ചോണം, ആശ്വാസം കിട്ടാൻ വേണ്ടി കേൾക്കാൻ പോയതാ. പക്ഷെ ഈ വചനമെല്ലാം കേട്ട് കേട്ട് അങ്ങ് പുഷ്ടി പ്രാപിച്ചു. വചനമെല്ലാം കേട്ടിട്ട് പിന്നെ അവസാനം ഈ സഹോദരി എവിടെ പ്രാർത്ഥന ഉണ്ടായാലും ഈ ഭർത്താവ് അറിയാതെ, ഭർത്താവ് അറിഞ്ഞ ഉറപ്പായി 2 അടി കൂടുതൽ കിട്ടും. ഭർത്താവ് അറിയാതെ വചനം കേൾക്കാൻ പോയി. അവസാനം വചനം കേട്ട് എന്നാ സംഭവിച്ചെന്ന് അറിയാവോ? ഭർത്താവ് മാനസാന്തരപ്പെട്ട് ഒരുമിച്ച് ഇപ്പം ഭാര്യയും ഭർത്താവും കുഞ്ഞുമായിട്ട് പ്രാർത്ഥനയ്ക്ക് പോവുക. ഒന്ന് ആലോചിച്ച് നോക്കി. നാട്ടുകാരൊക്കെ പറഞ്ഞാൽ ഇടി കൊണ്ട് ചാകത്തുള്ളൂ. പക്ഷെ സഹോദരി വചനം കേട്ടപ്പം ഈ വചനമെല്ലാം അകത്തോട്ട് ചെന്നപ്പോൾ എന്നാ സംഭവിച്ചെന്ന് അറിയാവോ? ഇടി കൊണ്ട് തളർന്ന ശരീരത്തെ അകത്ത മനുഷ്യൻ ബലപ്പെടുത്താൻ പറ്റി. നീയും നിന്റെ കുടുംബവും ദൈവത്തെ സേവിക്കും. കേൾക്കുന്ന മുഴുവൻ ഇങ്ങനത്തെ വചനങ്ങളാ. കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതെല്ലാം കേട്ട് എന്നാന്നറിയാവോ? ഈ സഹോദരി അങ്ങ് പുഷ്ടി പ്രാപിച്ചു. ശരീരത്തിലല്ല, ഇന്നർ മാൻ, അകത്ത മനുഷ്യൻ ബലം പ്രാപിച്ചു. അങ്ങനെ എന്ത് സംഭവിച്ചെന്നറിയാവോ? കുടുംബത്തെ നോക്കി കൽപ്പിക്കാൻ തുടങ്ങി. ഇടി കിട്ടുമ്പോഴും പറയാൻ തുടങ്ങി, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആരാധനയ്ക്ക് പോവും. ഇടിയൊന്നും കുറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ, ശരീരത്തിലെ തളർച്ച ഉണ്ടായുള്ളൂ. പക്ഷെ അകത്ത മനുഷ്യൻ ബലപ്പെട്ട് ഒടുവിൽ എന്നാ സംഭവിച്ചെന്നറിയാവോ? ആ സഹോദരി എന്ത് വിശ്വാസത്താൽ പറഞ്ഞോ അത് സംഭവിച്ചു. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കുടുംബം വർഷങ്ങളായിട്ട്. അങ്ങനെ ഒന്നല്ല, ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ എന്താ ഈ സംഭവിക്കുന്നറിയാവോ? നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരു തീരുമാനമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എത്ര വലിയ പ്രശ്നമാണെങ്കിലും സ്ട്രോങ് ആയാൽ തീരും. അപ്പൊ ചിന്തിക്കും, ബ്രദറെ എനിക്കറിയാത്ത ബ്രദർമാരില്ല, ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കാത്ത ഉപദേശിമാരില്ല, ഞാൻ പോകാത്ത സ്ഥലമില്ല. ഈ കഥ നിങ്ങൾ പറയണ്ട, നിങ്ങൾ പോയ കഥ പറയണ്ട. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഇത്രത്തോളം നിങ്ങളുടെ അകത്ത മനുഷ്യനെ വലുതാക്കി, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ നിങ്ങൾക്ക് ഇന്നലെ ഷെയർ ചെയ്തായിരുന്നു. ഈ എനിക്കറിയാവുന്ന, എനിക്ക് തോന്നുന്ന അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന പ്രവാചകന്മാർ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു ആവശ്യം വന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ ഇവരെങ്ങനെ അവോയ്ഡ് ചെയ്യുന്നല്ലോ എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ, വലിയ വിഷമായി പോയി എനിക്ക്. വിളിക്കാവുന്നവരെല്ലാം വിളിച്ചു, ഒരു മനുഷ്യന് പോലും പറയാൻ പറ്റുന്നില്ല, ഒരു ഉത്തരവില്ലാതെ ഞാൻ സ്ട്രഗിൾ ചെയ്ത സമയത്ത് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വല്ലാതെ ദുഃഖം ഉണ്ടായി. പക്ഷെ ഞാൻ എന്നോട് തന്നെ പ്രവചിക്കാൻ തുടങ്ങി, ഇല്ല, ഞാൻ തകർന്നു പോകത്തില്ല, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. ഇത് എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ പോലും അറിയാതെ എൻ്റെ അകത്ത മനുഷ്യന് ഞാൻ വചനം കൊടുത്തുകൊണ്ടിരിക്കുവാന്ന്. എന്ത് സംഭവിച്ചെന്നറിയാവോ? അകത്ത മനുഷ്യന് കൊടുത്ത വചനം, എൻ്റെ മനസ്സും ശരീരവും തകർന്നിരുന്നപ്പോൾ കേറിയ വചനത്തിൽ ബലം പ്രാപിച്ച എൻ്റെ അകത്ത മനുഷ്യൻ, ഇന്നർ മാൻ, നമ്മൾ പറയത്തില്ല ആത്മാവ് എന്നൊക്കെ പറയുന്നത് പോലെ, ഈ പുള്ളി എന്നെ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്തു. നീ ആരും ഫോൺ എടുത്തില്ലെങ്കിലും ആരും പ്രവചിച്ചില്ലെങ്കിലും എന്നോട് തന്നെ സംസാരിക്കാൻ തുടങ്ങി. നീ ഉയർച്ച പ്രാപിക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. എന്നെ അങ്ങ് ബലപ്പെടുത്തും. ഞാൻ ഓർത്തത്, ആരെയും ബലപ്പെടുത്തുന്നത്? ബൈബിൾ പറയുന്നു, ആത്മാവ് താൻ നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. ആമേൻ. അപ്പൊ എൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ആത്മമനുഷ്യൻ ബലപ്പെടാൻ തുടങ്ങി. ഇതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ കേട്ട വചനത്തിൽ പൗലോസ് എങ്ങനെ പറഞ്ഞു? എഫേസ്യ ലേഖനത്തിൻ്റെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്ന് ഞാൻ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായ നിങ്ങൾ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകലതും വിശുദ്ധന്മാരോട് ഗ്രഹിക്കണം. അപ്പൊ യേശുവിൽ വേരൂന്നി. ഇപ്പൊ നമ്മുടെ അകത്ത മനുഷ്യൻ വേരൂന്നിരിക്കുന്നത് യേശുവിലാ. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു, രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിനെ തൊട്ടപ്പോൾ യേശു പറഞ്ഞു, എങ്കിൽ നിന്നും ശക്തി പുറപ്പെട്ടു. അപ്പൊ യേശുവിനെ തൊട്ട സഹോദരിയുടെ മേൽ യേശുവിൽ നിന്നുള്ള ശക്തി പുറപ്പെട്ട് സൗഖ്യം നടന്നുവെങ്കിൽ യേശുവിൽ വേരൂന്നിയ നിങ്ങളുടെ മേൽ ശക്തി വരുവോ ഇല്ലയോ? വരും. ഞാൻ വീണ്ടും പറഞ്ഞു, ഈ ശക്തി അങ്ങോട്ട് സപ്ലൈ ചെയ്യാൻ തുടങ്ങിയുണ്ടല്ലോ, നിങ്ങളുടെ ഏത് വിഷയങ്ങളും അവിടെ തകർന്നു പോകും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഒരു ലൈറ്റിന്റെ പ്ലഗ് ഊരിയിട്ട് ഒരു ലൈറ്റ് ബൾബ് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് കൈയിട്ടാൽ പിന്നെ നിങ്ങളുടെ കാര്യം പോക്കാം. പിന്നെ നിങ്ങൾ വെറും ഒരു ചരിത്രം മാത്രമാണ്. അത്രത്തോളം ഇലക്ട്രിസിറ്റി ഒരു ബൾബിന്റെ ഹോൾഡറിൽ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ യേശുവിൽ വേരൂന്നി നിൽക്കുന്ന നിങ്ങളുടെ അകത്ത മനുഷ്യനെ ഒന്ന് ബലപ്പെടുത്തിയാൽ നിങ്ങളുടെ സകല വിഷയങ്ങളുടെ മേൽ നിങ്ങൾ മറികടക്കും. ഞാൻ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുവല്ല. ഞാൻ പണ്ട് പ്രാർത്ഥിച്ച, കർത്താവ് വെറുതെ ഒരു പ്രസംഗകനാകാൻ എന്നെ കർത്താവ് അയക്കരുത് ഞാൻ പ്രാർത്ഥിച്ചു. അനേകരെ ബലപ്പെടുത്തുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണം.
എനിക്കും വ്യക്തിപരമായി ബലപ്പെടണം, അനേകരെ ബലപ്പെടുത്തുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണം. ആമേൻ. അപ്പൊ യേശുക്രിസ്തുവിൽ നമ്മുടെ അകത്ത മനുഷ്യൻ, അതുകൊണ്ടാണ് നമ്മൾ അന്യഭാഷ പ്രാർത്ഥനയെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അകത്ത മനുഷ്യൻ വളർത്തണം. അകത്ത മനുഷ്യനെ വളർത്തിയാലുള്ള പുറത്തെ വിഷയങ്ങളെ നമുക്ക് കൈകാര്യം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ, നമ്മൾ ആത്മീയമായിട്ട് ഈ വചനമെല്ലാം കൂടെ അകത്ത മനുഷ്യന് കൊടുത്താൽ എൻ്റെ കടഭാരം, എൻ്റെ രോഗം, എൻ്റെ പ്രശ്നം, എൻ്റെ വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, ഈ അകത്ത മനുഷ്യന് ദൈവവുമായിട്ട് ബന്ധമുണ്ട്, സ്പിരിച്വൽ മാൻ. നമ്മൾ അതുകൊണ്ടാണ് നമ്മളെ ആത്മീയർ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ആത്മായൻ എന്നൊക്കെ പറയത്തില്ല, ആത്മീയൻ. ഈ ആത്മീയൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബൈബിളുമായിട്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആളെന്നല്ല അതിൻ്റെ അർത്ഥം. സ്പിരിച്വലി മൂവ് ചെയ്യുന്ന ഒരു വ്യക്തി, ആത്മീയമായി ചലിക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ടാണ് പരീക്ഷകനായിട്ട് പിശാച് വന്നിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുക എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു, ലോകത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് ഒരു കല്ല് കൊടുത്തിട്ട് ദേ അപ്പവും കറിയാക്കാൻ പറഞ്ഞാൽ പറ്റുമോ? നിങ്ങളിപ്പോൾ ഒരു കല്ല് എടുത്തോണ്ട് കുറച്ച് മിറ്റിൽ പെറുകിക്കൊണ്ട് പോയിട്ട് നിങ്ങൾ അയൽവക്കത്തെ വീട്ടിലെടുത്തിട്ട് വെറുതെ ഈ കല്ല് അങ്ങോട്ട് എടുത്തിട്ട് നീ കുറച്ച് അപ്പവും കറിയാക്കി തരാൻ പറയാൻ നടക്കുവോ? ഇല്ല. പിശാച് എന്നാ മണ്ടനാണോ? പിശാച് മണ്ടനാണോ? യേശുവിൻ്റെ അടുക്ക പോയിട്ട് ചോദിക്കുക, ഈ കല്ലിനോട് കൽപ്പിക്കുക, നീ ദൈവപുത്രനാണെങ്കിൽ ഇത് അപ്പമായി തീരും. എൻ്റെ അർത്ഥം, ദൈവപുത്രന് സൃഷ്ടിക്കുവാൻ കഴിയും. യേശു താഴേക്ക് വരും പറയുകയാണ്, അതിന് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. അപ്പൊ യേശുവിനെ പറ്റി അല്ല പറഞ്ഞിരിക്കുന്നത്, ദൈവവചനം ഭക്ഷിക്കുന്ന ഏവനും അപ്പമാക്കാൻ പറ്റും. ഇവിടെ പിശാചിന്റെ മുമ്പിൽ കർത്താവ് അപ്പമാക്കാത്തത് യേശു ദൈവപുത്രനാകത്തല്ല, പിശാചിന്റെ മുമ്പിൽ തെളിയിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ പിശാചിനറിയാം ദൈവത്തിന്റെ പുത്രന്മാർക്ക് പല വിഷയങ്ങളെയും മാറ്റുവാൻ കഴിയും. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എൻ്റെ അകത്തുള്ള ശക്തിക്ക് പലതിനെയും ചേഞ്ച് ചെയ്യുവാൻ കഴിയുമെന്ന് പറ. എന്റെ അകത്തുള്ള ശക്തിക്ക് പലതിനെയും മാറ്റുവാൻ സാധിക്കും. ആമേൻ, ആമേൻ. എന്നാൽ പലപ്പോഴും നമ്മുടെ അകത്ത മനുഷ്യൻ പറയും, നമ്മുടെ അകത്ത മനുഷ്യൻ വളരുന്നതിന്റെ സിമ്പിൾ ഞാൻ പറഞ്ഞു തരാം. അകത്ത മനുഷ്യൻ വളരും തോറും നമ്മുടെ സ്വഭാവത്തിൽ ചില രൂപാന്തരങ്ങൾ വരും. ഞാൻ എന്ന വ്യക്തി അവിടെ താഴാൻ തുടങ്ങും. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് എപ്പോഴും ഒരു പെർഫോമിങ് മൈൻഡ് നമ്മുടെ ഉള്ളിൽ കയറി വരും. നമുക്ക് എന്തെങ്കിലും ഒന്ന് തെളിയിക്കണം, കാണിക്കണം. ഇതെപ്പോഴും നമ്മുടെ ജഡം പൊങ്ങി വരുന്നതിന്റെ സിമ്പലാണ്. നിങ്ങൾ കർത്താവ് യേശുവിന്റെ ശുശ്രൂഷ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവ് യേശുക്രിസ്തു ചെയ്ത എല്ലാ അത്ഭുതത്തിനും കർത്താവ് പിതാവിന് മഹത്വം കൊടുത്തതിന്റെ കാരണം യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവിന് പറയാൻ പറ്റില്ല ഞാനായി ചെയ്തത്. കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് എന്ത് സംഭവിച്ചാലും ദൈവനാമ മഹത്വമായി വെളിപ്പെടണം. നമ്മുടെ അകത്ത മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവവുമായിട്ട് കണക്ട് ചെയ്ത്, അപ്പൊ ഇതിന്റെ സോഴ്സ് മൊത്തവും ദൈവ. ഹല്ലേലൂയ. എൻ്റെ കൂടെ രാമേൻ പറഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ. നമ്മുടെ ജോളി ബ്രദർ അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ ആരെങ്കിലും ജോളി എന്ന് പറയല്ല, ജോളി ബ്രദർ അല്ലാതെ വേറെ ആരെങ്കിലും ജോളി എന്ന് പറഞ്ഞ ആളോട്ട് കണക്ട് ചെയ്ത് വല്ലവരും ഉണ്ടോ? ജോളി ബ്രദർ എനിക്കിപ്പോൾ കാണാം. അതല്ലാതെ മറ്റാരെങ്കിലും സൂമിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ജോളി എന്ന് പറഞ്ഞ മറ്റാരെങ്കിലും ഉണ്ടോ? ജോളി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ജോളി നമ്മുടെ ജോളി ബ്രദർ അല്ല, ഇപ്പൊ നമ്മുടെ പ്രാർത്ഥനയിലുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ഒരു പെങ്കൊച്ചുണ്ട് ബ്രദറെ. ജോളി ഒരാൺകുഞ്ഞുള്ളതാണോ ജോളിക്ക്? ഉണ്ട്. ആൺകുഞ്ഞുള്ളതാ അല്ലേ? അതെ അതെ. ആ സഹോദരിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണം. ആ സഹോദരി പറയണം, കർത്താവ് നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു വിശാലത വരുത്താൻ പോവാന്ന് പറഞ്ഞോണം. പറയാം ബ്രദറെ. പറയണം, ധൈര്യത്തോടെ പറയണം. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ഒരു വിശാലത ദൈവം വരുത്താൻ പോകുന്നു, നിന്റെ ഞെരുക്കങ്ങളെ ദൈവം മാറ്റാൻ പോവാന്ന് കർത്താവിനോട് പറയുന്നു. പോയി പറഞ്ഞോണം, ആലോചന പറഞ്ഞോണം, ദൈവം അത് ഉറപ്പിക്കും. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഓവർഫ്ലോ ഇതിൻ്റെ അത് വ്യാപരിക്കുന്നുണ്ട്. നമ്മുടെ അകത്ത മനുഷ്യനെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു ഈ അകത്ത മനുഷ്യൻ ഇത്രത്തോളം പരിശുദ്ധാത്മാവ് കമ്മ്യൂണിക്കേറ്റ്. നമ്മൾ യേശുവിലേക്ക് വരുമ്പോൾ, നമ്മൾ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, വീണ്ടും ജനിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഒരു ആത്മ മനുഷ്യൻ ജനിക്കുക. ഈ വ്യക്തിക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഈ വ്യക്തിക്ക് സഞ്ചരിക്കുവാൻ കഴിയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ലേ, സ്വപ്നത്തിലൂടെ നിങ്ങളിപ്പോൾ ഒത്തിരി ആൾക്കാർ ഈ ദിവസങ്ങൾ എനിക്ക് വാട്സാപ്പിൽ സ്പിരിച്വൽ ഐസ് ഓപ്പൺ ആക്കിയ സാക്ഷ്യങ്ങൾ അയക്കും. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാര്യം നിങ്ങൾ ദൈവകൃപയാൽ ഒത്തിരി ആളുകൾ എൻ്റെ ആദ്യ സമയങ്ങളിലൊക്കെയും
ഞാൻ അനുഭവിച്ച പല കാര്യങ്ങളും നിങ്ങളിലൂടെ അത് ഞാൻ പറയും, നിങ്ങൾക്ക് ആ എബിലിറ്റി പുറത്ത് വരും. ഇപ്പം ഞാൻ പറയും, ഇപ്പം നിങ്ങൾക്ക് കണ്ണുകൊണ്ട് നിങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ളത് കാണുന്നത് പോലെ അല്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ കണ്ണ് തുറന്ന് എന്തെല്ലാം കാണാൻ പറ്റും, നിങ്ങളുടെ വീടിൻ്റെ അകത്തുള്ളത് പുറത്തുള്ളത്. ഇതേപോലെ നിങ്ങളുടെ സ്പിരിച്വൽ മാന് എന്താ കാണാൻ പറ്റുന്ന അറിയാവോ? നിങ്ങൾക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു. ഇത് ദൈവത്തിൻ്റെ മനുഷ്യനെ പറ്റിയാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ മനുഷ്യനെ പറ്റിയാണ് പറഞ്ഞത്. ഇതെല്ലാം കാണാൻ പറ്റും, ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും, ഇതിലേക്കെല്ലാം നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്, ഒരു സഹോദരിക്ക് വേണ്ടി എന്നെ വിളിച്ച ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. ആ സഹോദരി എനിക്കിങ്ങനെ അറിയത്തില്ല, ആ സഹോദരി എന്നെ വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, സഹോദരിയുടെ ചേച്ചിയുടെ മോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം. അപ്പം എന്നോട് പറഞ്ഞു, ബ്രദറെ അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ പിന്നീട് അങ്ങനെ ഒരു വിഷയം ആ കുടുംബത്തിലുണ്ടായി. ഞാൻ തന്നെ ആ ഭവനത്തിൽ പോകാൻ ഇടയായി തീർന്നു, ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. അപ്പം അന്ന് ആ വിഷയം അവിടെ ഇല്ലായിരുന്നു. എന്നോട് ആ സഹോദരി പറഞ്ഞില്ല, ബ്രദർ എനിക്ക് ചേച്ചിക്ക് മോളുണ്ട്, പക്ഷെ മോൾക്ക് ഇപ്പം അങ്ങനെ ഒരു വിഷയമേ ഇല്ല. പിന്നീട് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട്, ബ്രദറെ വലിയൊരു പ്രശ്നം ഉണ്ടായി. ഒന്ന് ഓർത്തോണം, ഇത് പറയുന്ന സമയത്ത് അവിടെ വിഷയമില്ല. 2 മാസം മുമ്പ് നടക്കാൻ പോകുന്ന കാര്യത്തെ ദൈവാത്മാവ് എന്ത് ചെയ്തു? വെളിപ്പെടുത്തി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ മാനുമായിട്ട്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ബുദ്ധി ചിന്തിച്ചാൽ അതെങ്ങനെ 2 മാസം മുമ്പ്, നിങ്ങളോട് ഞാൻ ചോദിച്ചോട്ടെ, 2 മാസം അടുത്ത ഒരു 5 മാസം കഴിഞ്ഞ് എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് സംഭവിക്കാൻ പോകുന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഇല്ല ഇല്ല ഇല്ല. അടുത്ത നിമിഷം പക്ഷേ അറിയാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ സ്പിരിച്വൽ മാൻ വളർന്നാൽ, നിങ്ങളുടെ ഇന്നർ മാൻ വളർന്നാൽ, ബൈബിളിൽ ഒത്തിരി ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് ക്ഷാമങ്ങളെ പറ്റി അവർ പ്രവചിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ദിവസങ്ങളിൽ അത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ബലപ്പെടുത്തി. ഇപ്പം നിങ്ങൾ എന്തിക്കും, ബ്രദറെ ഞാൻ അനുഭവിക്കുന്ന വിഷയത്തിൻ്റെ അകത്ത് എപ്പോഴും ഞാൻ പറയാം, ദൈവം നമുക്ക് ആദ്യം തരുന്നത് ഒരു സമാധാനമാണ്. ഒരു പ്രശ്നം ചിലപ്പോൾ അത് അപ്പം തന്നെ തീർന്നിരിക്കും, പക്ഷെ അത് അപ്പം തീർന്നില്ലെങ്കിൽ ചെക്ക് ചെയ്തോണം, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സമാധാനം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ആർക്കെങ്കിലും വിഷയം അവിടെ തന്നെയുണ്ട്, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷയും ഒരു സമാധാനവും വന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിഷയത്തെ ദൈവം ഇടപെട്ടു. ദൈവം ഇടപെട്ടു എന്നുള്ളതിൻ്റെ റെസീപ്റ്റ് ആണ് സമാധാനവും ധൈര്യവും. മനസ്സിലാവുന്നു? ആമേൻ ആമേൻ. ഇതൊരു സൈനാണ്, നമുക്കിത് അറിയത്തില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ കൂടുതൽ നിങ്ങൾ ശക്തിപ്പെടണം. എനിക്കറിയാം, പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ പല ആൾക്കാരും കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ അങ്ങ് പറയുക, തല പോകുമെന്ന് പറഞ്ഞു പോകുന്ന വിഷയത്തിൻ്റെ അകത്ത് അകപ്പെട്ടവർ എനിക്കറിയാം. ഒരു രക്ഷയില്ല അവർക്ക്. ഇനി അതിൻ്റെ അകത്ത് ഒരു പരിപാടിയും ചെയ്യും, അത്രയ്ക്ക് സ്ട്രോങ് ആയി എതിർത്ത് നിൽക്കുന്ന ആൾക്കാരും ആ വിഷയവും. അത് കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും മാനുഷികമായിട്ട് ചോദിച്ചു, ദൈവമേ ഇങ്ങനെ ഈ സഹോദരനകത്ത് രക്ഷപ്പെടും. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയും, ധൈര്യപ്പെടുക, കർത്താവ് ഒരു വഴി തുറക്കും. ഇത് കേൾക്കുമ്പോൾ ആ സഹോദരി പറയും, ബ്രദറെ ദൈവം ചെയ്യുമോ? 2 ദിവസം കഴിയുമ്പോൾ ഞാൻ ഓർത്തു, ഒരു ബലം ആ സഹോദരിക്ക് ആ സഹോദരന് ഉണ്ടാകുന്നത്. പിന്നീട് പറയും, ബ്രദറെ എനിക്ക് എങ്ങനെയാണെന്നറിയത്തില്ല, ദൈവം ആ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിച്ചു. മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ആശ്ചര്യം. അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? നിങ്ങളുടെ അകത്ത മനുഷ്യനുമായി പരിശുദ്ധ ആത്മാവ് കണക്റ്റഡ് ആകും. ആമേൻ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ശക്തി പ്രാപിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയത്തില്ല, നിങ്ങൾ വചനം കേൾക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം. പല ആൾക്കാർ എക്സ്ക്യൂസ് പറയും, ബ്രദറെ ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാരണം, നമ്മുടെ ഈ ഒരു വചന ശുശ്രൂഷയ്ക്ക് എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത, ഞാൻ എന്ന വ്യക്തി ഫോക്കസ്ഡ് അല്ല. ഞാൻ ആളുകളെ കൂടുതലും, നിങ്ങൾ എല്ലാ ദിവസവും എന്നെ വിളിച്ച് പ്രാർത്ഥിച്ച് പ്രോത്സാഹിപ്പിക്കത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വിളിക്കരുതെന്നല്ല എൻ്റെ അർത്ഥം, പ്രയർ റിക്വസ്റ്റ് അയക്കരുതെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ബലപ്പെടണം. എന്നാൽ ഒരു ഭയങ്കര ദുഃഖം വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിളിക്കാതിരിക്കരുത്. ഈ ബ്രദറിനെ ഞാൻ വിളിച്ചതിന് ബ്രദർ ഇഷ്ടപ്പെടുക, ബ്രദർ നീ അങ്ങനെയല്ല. നമ്മൾ ജീവിതത്തിൻ്റെ അകത്ത് ബലപ്പെട്ടാൽ ഗുണം എന്നറിയാവോ? നിങ്ങൾ അനേകർക്ക് ഒരു അനുഗ്രഹവും വെളിച്ചവുമായി മാറും. അപ്പോൾ യേശു പറഞ്ഞ വാക്ക്, ഞാൻ അത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. യേശു പറഞ്ഞ വാക്ക് ഇതാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കും. അജീഷ് എന്ന് പറയുന്ന ആരെങ്കിലും നമ്മുടെ പ്രാർത്ഥനയിലുണ്ട്? രാജേഷ് അല്ല, അജീഷ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ട്? നമ്മളുമായിട്ട് പ്രാർത്ഥനയെ കണക്ട് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, സൂമിലോ ഫേസ്ബുക്കിലോ ഉണ്ടെങ്കിൽ ചാടി പിടിച്ചോണം. അജീഷിനെ ദൈവം തൊടാൻ പോവാണ്. ഞാൻ കാണുന്നൊരു കാഴ്ച, അജീഷിൻ്റെ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് കുറേ നാളായിട്ട് ബ്ലോക്കായി നിന്ന ഒരു കാര്യമാണ്. ദൈവം ആ കാര്യത്തെ ക്ലിയർ ചെയ്യുകയാണ്.
ആരാണോ ആ അജീഷുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ചാടി പിടിച്ചോണം. ആ ക്ലിയർ ആകുകയാണ് കർത്താവ് പറയുന്നത്. ആ വിഷയം ക്ലിയർ ആകാൻ പോവുകയാണ്. പലതവണ റിജക്റ്റ് ആയി പോയതാണ്. പാസ്പോർട്ടിൽ ഒരു വിഷയമാണ്, വിസയുടെ പ്രശ്നമല്ല, പോകുന്ന രാജ്യത്തിൻ്റെ മിഡിൽ ഈസ്റ്റിലെ വിഷയമല്ല. പക്ഷെ ആ പ്രോബ്ലം ഉണ്ടായത് അജീഷിൻ്റെ പാസ്പോർട്ടിൽ ഉണ്ടായ ഒരു പ്രോബ്ലമാണ്. പലവട്ടം ആ പാസ്പോർട്ടിലെ പ്രോബ്ലം റെഡിയാക്കാൻ നോക്കി, നടന്നില്ല. പക്ഷേ എൻ്റെ കർത്താവ് പറയും ഇന്ന് ആ വിഷയത്തെ ഏറ്റെടുത്തു. ഫേസ്ബുക്കിലാണെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ ഏറ്റെടുത്തു. ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് ഇടപെടാൻ പോവുകയാണ്. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ നമ്മളെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ കർത്താവ് നമ്മോട് ഇടപെടും. ഈ ദിവസങ്ങളിൽ ഒന്ന് ഫീഡ് ചെയ്ത്, ഈ ദിവസം നിങ്ങൾക്ക് ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലാകുമെന്ന് പറഞ്ഞു തരാം. എത്ര പേർക്ക് വചനങ്ങൾ കാണാപ്പാടം അറിയാം? അറിയാം. ഇന്ന് മുതൽ ഒരു രണ്ട് വചനം നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ തുടർമാനമായിട്ടും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെയും ഒരു ദിവസം അങ്ങ് വെച്ചു, ഒരു 10-25 ദിവസം അല്ലെങ്കിൽ 20 ദിവസം, അതിന് കൂടുതൽ കുഴപ്പമൊന്നുമില്ല. പോയി കഴിഞ്ഞാൽ നിങ്ങൾ തുടർമാനമായിട്ടൊന്ന് പറയണം. ഇത് പറയുമ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഈ 2 വചനം പറയാനിരിക്കുമെന്ന് വിചാരിച്ചു. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. പാമ്പുകളെയും തേളുകളെയും ശത്രു, ഈ വചനത്തിന് എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വചനം എടുക്കാം. നിങ്ങൾ ഈ 2 വചനങ്ങൾ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ജോലി ചെയ്യുമ്പം പറയാം കേട്ടോ, പാത്രം കഴുകുമ്പോഴും പറയാം, കറി അരിയുമ്പോഴും പറയാം, കുളിക്കുമ്പോൾ പറയാം, യാത്ര ചെയ്യുമ്പോൾ പറയാം, വസ്ത്രം നിങ്ങൾ ഇടുന്ന സമയത്ത് പറയാം, എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് എത്രത്തോളം ഫീഡ് ചെയ്യാൻ പറ്റും. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു നിയമമൊന്നുമല്ല. അയ്യോ ബ്രദറെ ഞാൻ 10 വട്ടം പറഞ്ഞു, അങ്ങനെയല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തോളം. ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, എത്ര പേർക്ക് ഇഷ്ടമുണ്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ആഹാരം കഴിക്കാൻ? എല്ലാവർക്കും ഇഷ്ടമുണ്ടല്ലേ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും, അല്ലേ? നല്ല ആഹാരം കഴിക്കാൻ, അല്ലേ? നല്ല ആഹാരം കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതിൻ്റെ കാര്യം എന്നറിയോ? നമ്മുടെ ശരീരത്തിനാണ് ഇഷ്ടം. നമ്മൾ ചിന്തിക്കും നമ്മുടെ മനസ്സിനല്ല, നമ്മുടെ ശരീരത്തിന് ഇഷ്ടമാണ് നല്ല ആഹാരം കിട്ടും, അല്ലേ? 3 നേരം കഴിക്കാതിരിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ഇല്ല. ഇനി നിങ്ങൾ 3 നേരം നല്ല ആഹാരം കൊടുത്താൽ നിങ്ങളുടെ ശരീരത്തിന് എന്തുണ്ടാവും? ബലം ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഈ ഒരു മനോഭാവത്തിൽ എത്രത്തോളം നല്ല ആഹാരം, ഈ വചനം എന്ന് പറഞ്ഞാൽ ഹൈ പ്രോട്ടീനും എന്തൊക്കെ മിനറൽസോ എന്തോ എനിക്കറിയത്തില്ല, ഇതൊക്കെ എൻ്റെ അകത്തുണ്ടോ, അതെല്ലാം ഒന്നും കളയാനില്ല. ഇപ്പം നമ്മൾ പറയും ചോറ് കഴിച്ചാൽ നമുക്ക് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും, കാർബോ എന്തൊക്കെയോ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒത്തിരി ഇറച്ചി കഴിച്ചാൽ പ്രശ്നമാണ്, കൊളസ്ട്രോൾ ഉണ്ടാകും, എല്ലാത്തിനും കുഴപ്പം, അല്ലേ? പക്ഷെ ഒരു കുഴപ്പവും ഇല്ലാത്ത നല്ല ഒന്നാം തരം ആഹാര വചനം. എത്ര കഴിച്ചാലും ഒരു സൈഡ് എഫക്റ്റും ഇല്ല, എത്ര കഴിച്ചാലും ഒന്നും പേടിക്കണ്ട. എന്നാൽ അങ്ങനെയെങ്കിൽ എത്രത്തോളം ഭക്ഷിക്കാവോ? ഞാൻ ചുമ്മാ ഒരു ചലഞ്ച് എന്ന് വേണം നമുക്ക് പറയാം. ഞാൻ പറയുന്നതുകൊണ്ട് തെറ്റാണെങ്കിൽ അറിയത്തില്ല. ഈ ദിവസം ഒരു ഡേറ്റ്, ഒരു 20 ദിവസം, 25 ദിവസമോ ഒന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ആ വചനങ്ങളൊന്ന് മുടക്കാതെ ഒന്ന് പറഞ്ഞു നോക്കി. ഇനി മുടങ്ങിയാലും മുടങ്ങിപ്പോലെന്ന് പറഞ്ഞാൽ ആരും ഭാരപ്പെടാതെ പിന്നെയും തുടർന്നുകൊണ്ടിരുന്നാൽ മതി. ഒന്ന് പറഞ്ഞു നോക്കണം. നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യണം എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടായി. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരസാധാരണമായൊരു ധൈര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഏതെങ്കിലും വിഷയങ്ങൾ അവിടെ പൊട്ടി മാറിയിരിക്കും. കാരണം എന്നറിയാവോ? അകത്ത മനുഷ്യൻ ബലപ്പെട്ടാൽ, ഇതങ്ങോട്ട് സ്ട്രോങ് ആയാൽ, പിടിച്ചു വലിച്ച് പൊക്കിയെടുത്തെറിയുവാൻ തക്കവണ്ണം ശക്തിപ്പെടും. ഞാൻ പറയുന്ന വാക്കല്ല, അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്കാണ്. അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അപ്പൊ ബലപ്പെടുത്തുക എന്നുള്ളത് ആരുടെ ചുമതലയാണ്? നമ്മുടെ ചുമതല. യേശുവിന്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, യേശുവേ ആരാധന. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ച് ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. ദൈവാത്മാവിന്റെ വലിയ കൃപ ഇതിന്റെ മേൽ ചൊരിയുകയാണ്. ദൈവാത്മാവിന്റെ വലിയ കൃപ ചൊരിയുകയാണ്. സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച റോബിൻ എന്ന് പറഞ്ഞ ആരെങ്കിലും നമ്മുടെ ഈ സൂമിൽ പങ്കെടുക്കുന്നുണ്ടോ? സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച റോബിൻ എന്ന് പറഞ്ഞ ആരെങ്കിലും ഈ പ്രാർത്ഥനയിൽ ബന്ധപ്പെട്ട ആരെങ്കിലും കൂടെ ഉണ്ടോ? സെപ്റ്റംബർ മാസത്തിൽ ജനിച്ചിരിക്കുന്നത് റോബിൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുക യേശുവിൻ്റെ നാമത്തിൽ. സെപ്റ്റംബറിലാണ് ജനനം.
കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗശക്തികൾ വിട്ടുമാറി കർത്താവിൻ്റെ അത്ഭുത സൗഖ്യം എന്നവിടെ നിറയുക. വലിയൊരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനം എന്നവിടെ പ്രവർത്തിക്കുക. അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഈ സമയത്ത് തന്നെ രോഗികളായി ഭാരപ്പെടുന്നവർ ഈ ഒരു ആലോചനയ്ക്കകത്തുനിന്നുകൊണ്ട് രോഗത്താൽ ഭാരപ്പെടുന്നവർ കൈവച്ച് എന്നിട്ടൊന്ന് പറഞ്ഞ് യേശുവിൻ്റെ തിരുമുറിവിനാൽ ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വല്ലാത്തൊരു കാലിൻ്റെ അകത്ത് വല്ലാത്തൊരു വേദന അനുഭവപ്പെടുമായിരുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ സൂം പ്രയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ തോളിലും കൈക്കും ഭയങ്കര വേദന, നടക്കാൻ പോലും ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ, ഷൂസ് എനിക്ക് ഉപയോഗിക്കാൻ മേല, മറ്റു ചെരുപ്പുകൾ ഉപയോഗിക്കാൻ മേല, വല്ലാത്തൊരു വേദന. പ്രാർത്ഥിച്ച് നമ്മൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്ത് കർത്താവ് ഇതെന്താ മാറാത്തത്, ഒന്നും സംഭവിക്കുന്നത്. ഞാൻ കൈവച്ചു യേശുവിൻ്റെ നാമത്തിൽ, ഇതെനിക്കുള്ളതല്ല, ഞാൻ ചുമക്കേണ്ട ഈ വേദന, ഞാൻ എടുക്കേണ്ട യേശു എൻ്റെ വേദന വഹിച്ചതാണ്. ഞാൻ എന്നോട് തന്നെ പറയാൻ തുടങ്ങി. മാറിയില്ല, മാറുന്നത് വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 2 വേദന എന്നെ വിട്ട് മാറി. എന്നിൽ കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ് എനിക്കുള്ളതല്ല ഈ രോഗം, എനിക്കുള്ളതല്ല ഈ വേദന, ഇത് ഞാൻ ചുമക്കേണ്ട കാര്യമില്ല. എനിക്കുള്ളത് സൗഖ്യമാണ്, എനിക്കുള്ളത് ആരോഗ്യമാണ്, എനിക്കുള്ളത് ഉയർച്ചയാണ്, എനിക്കുള്ളത് അനുഗ്രഹമാണ്, എനിക്കുള്ളത് അത്ഭുതമാണ്. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് പ്രിയമക്കളെ തൊടുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ, അങ്ങ് അത്ഭുതം ചെയ്യുന്നതിന് നന്ദി പറയുന്നപ്പ, അങ്ങ് ഓരോരുത്തരെയും സ്പർശിക്കുന്നതിന് നന്ദി പറയുന്നപ്പ, അങ്ങ് ഈ ദിവസങ്ങളിൽ വലിയ പ്രവർത്തികളാൽ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. ആശ്വാസവും അനുഗ്രഹവും അത്ഭുതവും ഉണ്ടാകുന്നതിന് നന്ദി. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയങ്ങളല്ല, ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. സാക്ഷ്യങ്ങൾ പറയുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഇന്ന് ആരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞു പറഞ്ഞു. ബ്രദറെ, എന്ന് ഞാനാണെങ്കിൽ മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴെന്ന് ഞാൻ പ്രാർത്ഥിക്കുക, ഒരുപാട് തകർന്ന വ്യക്തികളെ എൻ്റെ മുന്നിൽ കണ്ടെത്തണേന്ന്. അപ്പോഴിന്ന് എൻ്റെ ചർച്ചിൽ വരുന്ന ലയ എന്ന് പറഞ്ഞൊരു സഹോദരി ആരാധനയിലുണ്ട്. ആ കുട്ടിയാണെങ്കിൽ ഗൾഫിലായിരുന്നു ജോലി, ഇപ്പോൾ ഒരു അസുഖ സംബന്ധമായിട്ട് നാട്ടിൽ വന്നതാ. അവൾക്കിനി തിരികെ പോകാൻ സാമ്പത്തികമായിട്ട് ഒത്തിരി വെല്ലുവിളികളുണ്ട്, കുടുംബത്തിലും ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ മകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഈ പ്രയറിൽ കയറിയത് അവളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഹലോ ബ്രദറെ, ഞാൻ ഷീല. എന്റെ കാലിന്മേൽ കുറച്ച് നാളുകൾക്ക് മുമ്പേ ഇങ്ങനെ നല്ലോണം നീര് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉയർന്ന ലെവലിൽ 2 കാലുമേ നീരായിരുന്നു. അപ്പൊ ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിച്ചു, വിട്ടുപോകാൻ പറഞ്ഞ് കൽപ്പിച്ചപ്പോ ആ നീര് കംപ്ലീറ്റ് പോയി. ഇപ്പൊ നേരിയ നോർമൽ ഇല്ല നിക്കണേ. പക്ഷെ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചപ്പോ അവിടെ ഇട്ടു ഞാൻ. പക്ഷെ നേരിയത് ലെവലിലാണ് നിക്കണേ. കംപ്ലീറ്റ് വലിയ നീര് കംപ്ലീറ്റ് പോയി. ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. തീർച്ചയായിട്ടും ഷീല സഹോദരി പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കേട്ടല്ലോ. സാക്ഷ്യം പറഞ്ഞു കേട്ടവരെല്ലാവരും ആമേൻ പറഞ്ഞു. ഞങ്ങൾ എപ്പോഴും പറയുന്നുണ്ട്, ഒരു സാക്ഷിക്ക് മറ്റൊരു സാക്ഷി ഉളവാക്കാൻ പറ്റും. നിങ്ങൾക്ക് സാക്ഷി ആകണോ? ഒരു സാക്ഷി കേൾക്കുമ്പോൾ നിങ്ങൾ അതിനോട് പ്രതികരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലും സാക്ഷ്യങ്ങൾ ഉണ്ടാവും. പ്രിയ സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ, കാലെ വലിയ നീരായിരുന്നു, പക്ഷെ കൽപ്പിച്ചു പ്രാർത്ഥിച്ചു. എനിക്കതാ ഇഷ്ടപ്പെട്ടത്. സ്വന്തം കൈയെടുത്ത് കൽപ്പിക്കാൻ തുടങ്ങി. ആ നീരിപ്പം വറ്റി സാധാരണ പോലെ ആയി തീർന്നു എന്ന് പറയാൻ ഇടയായി തീർന്നു. നിങ്ങൾ കേട്ടില്ല സാക്ഷ്യം? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു വ്യക്തി, അപ്പൊ ഇതുകൊണ്ടാണ് പിശാശു വന്നിട്ട് പറഞ്ഞ്, ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് കൽപ്പിക്കുക. കണ്ടോ, കൽപ്പിച്ചാൽ അതിന് മാറ്റം ഉണ്ടാകുമെന്ന് പിശാശു പറഞ്ഞു കേട്ടില്ലേ? യേശുവിൻ്റെ അടുക്ക് വന്ന് പരീക്ഷിക്കുക. പിശാശിനറിയാം നിങ്ങൾ കൽപ്പിച്ചാൽ മാറ്റം ഉണ്ടാകും. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. നമുക്ക് ലയ എന്ന് പറഞ്ഞ സഹോദരി ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന. കർത്താവ് ഇന്ന് പ്രാർത്ഥന കയറുവാൻ ദൈവം കൃപ കൊടുത്തല്ലോ. വലിയ സാമ്പത്തിക തകർച്ചയിലൂടെ പ്രിയമകൾ കടന്നു പോകുന്നല്ലോ. ഞങ്ങൾ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവെ, അങ്ങയുടെ വലിയ കൃപ ഇന്ന് പ്രിയമകളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് ആ കുടുംബത്തിൻ്റെ അകത്തുണ്ടാകട്ടെ. ഞാൻ ലയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ കർത്താവ് പറയുന്നൊരു ഗായത്രീനെ കർത്താവ് നന്മയ്ക്ക് വേണ്ടി ഒരുക്കാൻ വേണ്ടി പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചോണം. ഗായത്രി എന്ന് പറഞ്ഞൊരു വ്യക്തിയുമായി കണക്ട് ചെയ്ത് പരിശുദ്ധാത്മാവ് ഒരു വഴിത്തിരിവിനെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് എഴുതി വെച്ചോണം, പേര് എഴുതി വെച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച, ഒരു സ്ഥലം
ചതുരത്തിൽ വരച്ചിട്ടതുപോലെ ഇരിക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് ദൈവം നിങ്ങളെ എടുത്ത് മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നോണം, ദൈവം അത് ചെയ്യും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ലയ സഹോദരി എന്നെ ഒരു സെക്കൻഡ് സിസ്റ്ററെ, ലയ സഹോദരി എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല സിസ്റ്ററെ. ഞാനിപ്പോ പറഞ്ഞ സിസ്റ്ററെ, ഞാൻ ഈ പറയുന്ന ഗായത്രി എന്ന് പറഞ്ഞ പേര് എഴുതി വെച്ചോണം കേട്ടോ. ഞാൻ പറയുന്ന ആ പേരൊന്ന് എഴുതി വെച്ചോണം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തൊരു വഴിത്തിരിവിനെ ചെയ്യാൻ വേണ്ടി ഇരിക്കുക. അത് ഓർത്തു വെച്ചോണം. കർത്താവ് അത് ചെയ്യും. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? പറഞ്ഞു 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 എനിക്ക് ക്ലിയർ അല്ല. ഓഡിയോ ക്ലിയർ അല്ല. എനിക്ക് തോന്നുന്നു ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഹെഡ്സെറ്റ് ഒന്ന് മാറ്റുവാണെങ്കിൽ ക്ലിയർ ആയിരിക്കും. പറഞ്ഞു ബ്രദറെ. പറഞ്ഞു ഒരു കേൾക്കാമോ? പറഞ്ഞു. ഒരു ടിവിയുടെ തൊട്ടുമുകളിൽ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നു. അതിലെ മകന് വേണ്ടി മകനെ കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞു. ഇന്നലെ എനിക്ക് ഫുള്ളായിട്ട് കൂടാൻ പറ്റിയില്ല. ഇന്നാണ് ഞാൻ സാധാരണ പിറ്റേ ദിവസം ഇത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കും. അപ്പൊ ഇന്ന് റിപ്പീറ്റ് ചെയ്ത് ഞാൻ കേട്ടപ്പം അതിനകത്ത് പറയുന്നുണ്ട്, ഒരമ്മ മകന് വേണ്ടിയിട്ട് കരയുന്നു. ഒരു ടിവിയുടെ മുകളിൽ ഇങ്ങനെ ഒരു ഭിത്തിയിൽ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നു, കുടുംബത്തിലെ ഫോട്ടോ. ആ മകനെ കർത്താവ് തൊടുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ടിവിയുടെ തൊട്ട് മുകളില് ഞങ്ങളെല്ലാവരും കൂടെ ഫാമിലി ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ബ്രദറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ കാനഡയിലാണ്. അവന്റെ PR ഒന്നും ഇതുവരെ ശരിയായിട്ടില്ല. 6 വർഷത്തോളം അവൻ പോയിട്ട് അവനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ അവന് വേണ്ടി ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അവനെ കാണാൻ ആഗ്രഹിക്കുന്നു. 6 വർഷമായിട്ട് അവനെ കണ്ടിട്ടില്ല. അവന്റെ PR ശരിയായിട്ടില്ല. അപ്പൊ ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ഇന്ന് എനിക്ക് പകലാണ് അത് പിന്നീട് കേൾക്കാൻ പറ്റിയത്. ഇന്നലെ മുഴുവനായിട്ട് എനിക്കത് കേൾക്കാൻ പറ്റിയില്ല. വേറെ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നോണ്ട് മുഴുവൻ കേട്ടില്ല. അപ്പൊ ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങൾ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് ചില സമയത്ത് ഞാനാണ് ആദ്യം വന്നത്. അപ്പൊ ചില സമയത്ത് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും ചിലപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തിരിച്ചങ്ങ് പോയാൽ മതിയായിരുന്നു, കത്തോലിക്ക കുഴപ്പമില്ലായിരുന്നു. അമ്മേൻ. സൗണ്ട് മ്യൂട്ടായി പോകുന്നു. എന്തായാലും ആലോചന ആൻറ്റി ഏറ്റെടുക്കുക. കർത്താവിൻ്റെ കൃപയാൽ ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീരും. അതങ്ങ് ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ നാമത്തിൽ അതങ്ങ് ഏറ്റെടുക്കുമ്പോൾ ആ മകൻ്റെ വിഷയത്തിൻ്റെ മേൽ കർത്താവ് പ്രവർത്തിക്കുന്ന ഒന്നിലധികം ആളുകൾ ഒരേപോലെ വിഷയങ്ങൾ ഏറ്റെടുത്തിരുന്നു. കർത്താവ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളാക്കി ചെയ്യുവാൻ ഇടയായിത്തീരും. നമ്മൾ കർത്താവിൽ വെച്ച ഒരു വിഷയം, ദൈവസന്നിധിയിൽ വെച്ചൊരു വിഷയം, കർത്താവ് ഇടപെട്ട വിഷയം, പിന്നെ നമ്മൾ ഭാരപ്പെടരുത്. കർത്താവിൻ്റെ കരത്തിലാണ്. കർത്താവ് അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എന്റെ പേര് ആനി റോയ് എന്നാണ്. ഞാൻ ഖത്തറിൽ നിന്നാണ് കേൾക്കുന്നത്. ഇത് 2ാമത്തെ ദിവസമാണ്. സാക്ഷ്യമല്ല ബ്രദറെ, ഒരു പ്രാർത്ഥന. ഞാൻ ബ്രദറിനാണെങ്കിൽ മെസ്സേജ് അയച്ചു. എനിക്ക് തോന്നുന്നു ബ്രദർ അത് കേട്ടില്ല. എന്നാലും ഞാനതിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ 28 വർഷമായിട്ട് ഖത്തറിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഒരേ കമ്പനിയിലായിരുന്നു. അപ്പൊ അവരുടെ പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു ഫൈറ്റിംഗ് ആയിട്ട് അത് ചേട്ടനെയും ഫൈറ്റായിട്ട് അനിയനിപ്പോൾ അത് ഓഫീസ് ഏറ്റെടുത്തിട്ട് ചേട്ടനെ ഒഴിവാക്കി, എൻ്റെ ഹസ്ബൻഡിനെ ഒഴിവാക്കി. ഇപ്പൊ 3 മാസമായിട്ട് ജോലി ഇല്ലാതെ ഞങ്ങൾ ഇവിടെ നിൽക്കുവാണ്. എന്നിട്ട് ഞങ്ങൾക്കെതിരെ ഒരു ഫേക്ക് കംപ്ലൈന്റ് ഒക്കെ ആക്കി അങ്ങനെ കേസും ഒക്കെ ആയിട്ടിരിക്കുന്നത്. നാട്ടിൽ വരാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പൊ നാളെ ഞങ്ങൾ ലേബർ കോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ശമ്പളം ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ലേബർ കോർട്ടിൽ ഞങ്ങളെ നാളെ വിളിച്ചിട്ടുണ്ട് ഈ വിഷയത്തിന് വേണ്ടി. പ്രത്യേകം പ്രാർത്ഥിക്കണം, എത്രയും പെട്ടെന്നൊരു വിടുതല കിട്ടി ഞങ്ങൾക്ക് അനുഗ്രഹത്തോട് നാട്ടിൽ വരാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ കേസിനെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉന്നതന് മീതെ അത്യുന്നതനായ ദൈവമുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് അവരുടെ വിഷയം എനിക്കത് കാണാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ അത് കേട്ടുമല്ലോ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ഒന്ന് കൽപ്പിച്ച്, ദൈവം നമുക്ക് അനുകൂലമായതുകൊണ്ട് പ്രതികൂലമായിട്ട് ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. ഒരുമിച്ച് ആ വിഷയത്തിന്റെ മേൽ ജയമെടുക്കുന്നു. കർത്താവ്, ആ കോടതി ചെല്ലുമ്പം ഞങ്ങൾ അത്ഭുതപ്പെടും. യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ദൂതന്മാരെ അയച്ച് അനുകൂലമായ വിധി അയച്ചതിന് നന്ദി. വലിയ അത്ഭുതമായി തീരും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
സ്തോത്രം. ബ്രദറെ എന്റെ സാക്ഷിയുണ്ട്. പറഞ്ഞു സാക്ഷ്യം എൻ്റെ പറഞ്ഞു. പേര് ലാലി. കഴിഞ്ഞ ചൊവ്വാഴ്ച പറഞ്ഞു. ബ്രദർ പകല് ഒരു മെസ്സേജ് ഇട്ടിരുന്നു, രോഗം മാറുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ്. ഞാൻ എൻ്റെ കൈ രണ്ടും കൈപ്പത്തി തൊട്ട് വിരല് തൊട്ട് മുട്ടുവരെ കഴുത്തിന്റെ ചുറ്റും ചൊറിഞ്ഞിട്ട് കരണ്ട് കയറുന്ന പോലെ ദേഹത്തോട്ട് ചൂട് കയറിയിട്ട് അവിടെ മുഴുവൻ ചൊറിഞ്ഞ് പൊട്ടി അളിഞ്ഞ് സോറിയാസിസ് പോലെ ഒറ്റ ദിവസം കൊണ്ട്, ഒരു രാത്രി കൊണ്ട് ചൊറിഞ്ഞിട്ട് എനിക്ക് ഒരു പദവും മേലാതെ, എനിക്ക് രാത്രി കിടക്കത്തില്ല, ഉറങ്ങത്തില്ലാതെ കിടന്ന് ഞാൻ അപ്പം വിഷമിച്ചിരിക്കുമ്പോ ഈ പ്രസംഗം ഞാൻ കേട്ടു. ഇരുന്നിടത്ത് തന്നെ ഒരു പ്രാവശ്യം കേട്ടു, അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ കേട്ടേച്ചു. ഞാൻ 3 മണിയോളം ആയി എനിക്ക് ഇവിടുത്തെ കൊച്ചുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകാൻ പെട്ടെന്ന് വന്ന് അത് കേട്ടേച്ച് ഓടി വന്ന് ഞാൻ ബാത്റൂമിൽ കയറി കൈ കഴുകിയപ്പോൾ പൊറ്റം പിടിച്ച് കൈ പൊങ്ങിയിരിക്കുക, ഒരു 1/2 കിലോ ആയിട്ട് പൊറ്റനായിട്ട്. ആ പ്രാർത്ഥന കൂടി ഓടി വന്ന് ഞാൻ നനച്ച തുണിയിട്ട് കൈ മുഴുവൻ തൂത്തപ്പോ ആ പൊറ്റൻ ഇങ്ങനെ എങ്ങനെയാന്നറിയത്തില്ല, മീൻ്റെ ചെതമ്പല് പോലെ തുണിയെ അപ്പടിയും വന്നു അങ്ങ് പോയി. എനിക്ക് വേദനിച്ചില്ല. മറ്റേ ഒത്തിരി നാള് കഴിഞ്ഞേ ഈ പൊറ്റം പോകത്തുള്ളായിരുന്നു. എനിക്ക് പണ്ട് ഇതുപോലെ വന്നിട്ട് പ്രിയ ആന്റി പറഞ്ഞതുപോലെ നിങ്ങൾ കേട്ടല്ലോ. അത്രയും നാളുകളായിട്ടുണ്ടായിരുന്ന ആ വിഷയത്തെ, ആ പ്രാർത്ഥന കഴിഞ്ഞ ദിവസം നിങ്ങൾ എത്ര പേര് കേട്ട രോഗസൗഖ്യത്തെ പറ്റി ഒരു പ്രാർത്ഥന യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കേട്ട കാര്യമാണ് പറഞ്ഞത്. കർത്താവ് അത് ആമേൻ. ഇപ്പോഴും കൈക്ക് ഒരു കളറായിട്ടില്ല, എങ്കിലും മറ്റതെല്ലാം പോയി. ഇനി കൈ കറുപ്പുണ്ട്. കർത്താവ് ഇന്ന് ആ യേശുവിന്റെ നാമത്തിൽ ഫുള്ളായിട്ട് പോയി. ആമേൻ. ആ വേദനയോടെ മുറിഞ്ഞിരുന്ന കർത്താവ് ശരീരത്തിൽ എല്ലാ അവസ്ഥകളെയും യേശു സൗഖ്യമാക്കി. അതിൻ്റെ പാടുകൾ അവിടെയുണ്ട്. കർത്താവ് ഇന്ന് പ്രിയമകളെ സാക്ഷ്യം പറയുമ്പോൾ തന്നെ അതും അപ്രതീക്ഷമായി പോകട്ടെ. നാളുകളായിരുന്ന ആ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടിനെ യേശു സൗഖ്യമാക്കിയല്ലോ. കർത്താവെ, അങ്ങ് അത്ഭുത മന്ത്രിയാണ്. ആ പാടുകളും അപ്രതീക്ഷമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, എന്റെ മോൻ ഡൽഹിയില് ജോലിയായിരുന്നു. ആ ജോലി വേണ്ടാന്ന് വെച്ച് 5 മാസത്തോളായി നാട്ടിൽ വന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരാള് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് ഒന്നും ശരിയാവാണ്ട് വിഷമിച്ചിരിക്കായിരുന്നു. അപ്പൊ ഇന്നലെ അതിന്റെ ഇന്റർവ്യൂ എറണാകുളത്ത് നടന്നു. അതൊക്കെ ഓക്കെ ആയി. ഇനി ചെന്നൈയിലേക്ക് പോണം മെഡിക്കൽ എടുക്കാനും ഒക്കെ. അപ്പൊ അവന്റെ എല്ലാ കാര്യങ്ങളും നല്ല ജോലിയിലാവാനും ഒക്കെ പ്രാർത്ഥിക്കും വേണം. സാക്ഷ്യമാണ് പറയുന്നു. രാഹുൽ എന്ന പേര് അവന്റെ. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രിയ മകനെ ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യുന്നതിന് നന്ദി പറയുന്നു. കർത്താവ് മകൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. എന്റെ നിരന്തരമായ പ്രാർത്ഥനയായിരുന്നു. ഞാൻ എഴുതി വെച്ച ഒരു വിഷയമായിരുന്നു വർഷങ്ങളായിട്ട്. എനിക്ക് ചെറിയൊരു ജോലി കിട്ടി, ചെറിയൊരു സാലറിയാണ്. ദൈവത്തിന് 1000 നന്ദി. പ്രിയമാക്കാൻ നന്മ കൊടുത്തതിന് നന്ദി പറയുന്നു. ആ വഴിത്തിരിവ് കൊടുത്തതിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ പറയാൻ വന്ന കാര്യം ഇന്നലെ ഒഫീഷ്യലി ഞങ്ങൾക്ക് ഈ ഇലക്ഷന്റെ റിവ്യൂ മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. സമയത്ത് നമ്മൾ കൊടുത്ത റിപ്പോർട്ടിൽ ചെറിയ വേരിയേഷൻ ഉണ്ടായെന്ന് പറഞ്ഞു. അവർക്ക് വിശദീകരണം ചോദിച്ചു. അതിൽ ഉത്തരവാദികളായിട്ട് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞ് കേരള ഹെഡ് പറഞ്ഞു. ഇത് സ്വാഭാവികമായിട്ടും എന്റെയും ഡെപ്യൂട്ടികളുടെയും തലയ്ക്കാണ് വരുന്നത്. അപ്പൊ ഞങ്ങളത് ഈ റിപ്പോർട്ട് നമ്മൾ കൺസോൾട്ടേഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് അത് കറക്റ്റ് തന്നെ ഒപ്പിട്ട് വരുന്ന സാധനം അത് വേറൊരു ഫോർമാറ്റിലേക്ക് പകർത്തി കൊടുക്കുന്നത് മാത്രം. ഇത് പറഞ്ഞിട്ട് കറക്റ്റ് സമ്മതിക്കുന്നില്ല. എന്ത് വന്നാലും സമ്മതിക്കുന്നില്ല.
അത് ഞങ്ങളുടെ കുഴപ്പമാണ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അവിടെ മനസ്സിൽ പറഞ്ഞു, കർത്താവ് ഞാൻ ഈ എന്റെ പിതാവായ യേശുക്രിസ്തു സർവശക്തനായ ദൈവമായതുകൊണ്ട് എനിക്കെതിരെ ഒന്നും സംഭവിക്കില്ല. എന്റെ പിതാവ് അത് ഏറ്റെടുത്തോളൂ, രക്തത്തിന്റെ കോട്ടൽ എന്നെ മറപ്പിക്കുന്നത് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് കലക്ടർ വിളിച്ചു വരുത്തി എല്ലാവരും ചെയ്ത് ഞാനും ഡെപ്യൂട്ടി കളക്ടർ പറയുന്നത് ഞങ്ങളുടെ കേസ് ഇന്ന വിഷയം കൊണ്ട് മാത്രമാണ് ഇതെന്ന് പറഞ്ഞു. പിന്നെ സോർട്ട് ഔട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഇത് നമ്മുടെ കുഴപ്പമല്ല, എങ്കിലും കലക്ടർ അത് സമ്മതിച്ചില്ല. അതിനുശേഷം പിന്നെ ഉച്ച കഴിഞ്ഞ് വീണ്ടും എന്നെ വിളിച്ച് വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ ടോംസൺ ഇന്ന കാര്യം സജസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ സജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്റെ പേര് പറഞ്ഞാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. കുറച്ച് ഞാൻ ചോദിച്ചു, മാഡം എന്താ മാഡം അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. പറഞ്ഞു നമുക്ക് ആ വിഷയത്തെ കുറിച്ച് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ ഫോൺ വിളിച്ചിട്ട് ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ ഈ കാര്യം സംസാരിക്കാനായിരിക്കും. അപ്പോ വളരെ നോർമലായിട്ട് സംസാരിച്ചു. എന്റെ ഇതിപ്പോ ഞാനപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് വേണ്ടി കർത്താവ് പ്രതികരിച്ചിട്ടുള്ളൂ. ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നിട്ടില്ല. കർത്താവ് പക്ഷെ എന്നെ പിശാച് ദ്രോഹിച്ച സംസാരം എനിക്ക് വേണ്ടി കർത്താവ് പ്രതികരിച്ചോളൂ. അങ്ങനെ ബ്രേക്ക് ചെയ്ത് എല്ലാ ഇവരുടെ നാവിനെയും ബ്രേക്ക് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന പറഞ്ഞായിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കർത്താവ് ഇന്ന് രാവിലെ ഒരു പറഞ്ഞാൽ എഴുന്നേറ്റ് വന്നാൽ വിഷയം സമയത്ത് ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ കൈകളിലേക്ക് വിട്ടുകൊടുത്തു. എന്റെ ഇഷ്ടം എന്താണ് അത് നടക്കുന്നത്. എന്റെ പിതാവ് പിതാവിന്റെ പുത്രൻ എന്നാണ്. പുത്രൻ എന്റെ പിതാവാണ്, കർത്താവായ ദൈവം. അപ്പൊ പിതാവായതുകൊണ്ട് മറ്റവരൊക്കെ കർത്താവിന്റെ ജോലിക്കാരുമാണ്, ഞാൻ പുത്രനാണ്. ആ സ്ഥാപനത്തിലെ പുത്രൻ എന്നെ കാക്കുന്നത് പിതാവിന്റെ ധർമ്മമാണ് എന്നും പറഞ്ഞത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കർത്താവ് ഇപ്രകാരം കാത്തേന് കൊടുത്താണ്. നന്ദി കർത്താവ്. ഇന്ന് പ്രിയ ബ്രദർ പറഞ്ഞ പോലെ തന്നെ ആ വിഷയത്തിൻ്റെ മേലെ കർത്താവ് ഇടപെട്ടല്ലോ. ദൈവം ഒരു മാന്യത അവിടെ കൊടുത്തല്ലോ. അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ബ്രദറെ പറഞ്ഞു. ചൊവ്വാഴ്ച ഞാൻ ബ്രദറിനോട് സാക്ഷ്യം പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് അനേകരോട് പറയാത്തതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. ദൈവം ചെയ്ത വിടുതല് ഞാൻ ഇത്രയും 2-3 ദിവസമായി സാക്ഷ്യം പറയാൻ ഒരുങ്ങിയിട്ട് പക്ഷെ സാധിക്കാതെ പോയി. ദൈവത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ചൊവ്വാഴ്ച ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു. സ്കാൻ ചെയ്തു, എക്സ്റേ ഒക്കെ എടുത്തു. മുറിവെല്ലാം കരിയുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ 2 മാസം കൂടെ ജോലി കട്ടിപ്പണിയൊന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞത്. എന്നാലും ഞാനും ചെറിയ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. എല്ലാ ദൈവമക്കളും എനിക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുക. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സ്കാൻ എല്ലാം ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. നന്ദി കർത്താവെ. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കർത്താവെ വലിയൊരു അവസ്ഥയിൽ നിന്നും കരള് മുറിഞ്ഞു പോയ അവസ്ഥയിൽ നിന്ന് ദൈവം വിടുതൽ കൊടുത്തല്ലോ. കർത്താവ് ഇന്ന് പൂർണ്ണ ആരോഗ്യത്തിലുണ്ടായത്. കർത്താവ് ഇത് ചെക്ക് ചെയ്തപ്പം കർത്താവ് ജയം തന്നത് അടയാളമായി തന്നെ ശരീരത്തിൽ കർത്താവ് കൊടുത്തല്ലോ. ആ കൊടുത്ത ആരോഗ്യത്തിനും സൗഖ്യത്തിനും നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ബ്രദറെ പറഞ്ഞു. ബ്രദറെ ഞാന് സാക്ഷ്യമായിട്ടല്ല, ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ശരിക്കും മനസ്സിനും ശരീരത്തിനും നല്ല ആശ്വാസവും ഉണ്ട്. അതുപോലെ തന്നെ ജോലി സ്ഥലത്തായാലും എവിടെയായാലും പരിശുദ്ധാത്മാവിന്റെ ഒരു കൂട്ടായ്മയുണ്ട്. അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷമാണ് ഞാൻ സമ്മതിയായിട്ട് ക്രിസ്ത്യാനിയാണെങ്കിലും സത്യദൈവത്തെ അറിഞ്ഞതിൽ എനിക്ക് നല്ലൊരു മാറ്റം നമ്മുടെ ഈ കൂട്ടായ്മയിൽ വന്നതിന് മൂലം കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയായിരുന്നു. നന്ദി കർത്താവ്. ഇന്ന് പ്രിയ ബ്രദർ പറഞ്ഞ പോലെ തന്നെ കർത്താവ് കൊടുത്ത ബലത്തിനും മാറ്റത്തിനും ആരോഗ്യത്തിനും എല്ലാത്തിനും നന്ദി. ഇനിയും ആ രാജ്യത്ത് അനേകരോട് യേശുവിനെ പറയുവാൻ തക്കവണ്ണം ബലം വർദ്ധിക്കട്ടെ. ആമേൻ. 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 കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാതെ സാക്ഷ്യങ്ങൾ പറയുവാൻ നിർബന്ധിക്കുന്നതിൻ്റെ കാര്യം, നമുക്കൊന്ന് സമയപരിമിതിയുണ്ട്. ഞാൻ മാക്സിമം നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റുകൾ വാട്സാപ്പിലേക്ക് അയക്കാൻ പറയും. എനിക്കിത് വായിച്ചു നോക്കാനും കേൾക്കാനും ഒക്കെ സമയമുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇത്രയും ആളുകൾ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒത്തിരി ടൈം എടുക്കേണ്ടി വരും. നമ്മുടെ സമയത്തിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നില്ല. അതുകൊണ്ടാണ്
അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നരുത്. നിങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ ഒന്നും ഭാരപ്പെടേണ്ട. നിങ്ങളുടെ ആ വിഷയം കൂടെ നിങ്ങൾ അതിൻ്റെ മേൽ ഇട്ടോണം. നമ്മളിപ്പോൾ തീ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കുറേ പേപ്പർ കഷ്ണമുണ്ട്, എല്ലാവരുടെയും പേപ്പർ കഷ്ണമുണ്ട്. അതിൽ ആരിട്ടാലും എന്ത് ചെയ്യും? കത്തുവോ ഇല്ലയോ? കത്തും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങളുടെ വിഷയം അങ്ങോട്ട് ഇട്ടോണം. കാര്യം നമുക്ക് ഇനിയും ചിലപ്പം കർത്താവിൻ്റെ കൃപയിൽ ആളുകൾ വർദ്ധിക്കും തോറും ചിലപ്പം വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ, അതായത് സൂമിൽ, വാട്സാപ്പിൽ നമുക്ക് ഇഷ്ടം പോലെ അയച്ചു, ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ സമയങ്ങൾ പരിമിതി വരുന്നതുകൊണ്ടാണ്. അപ്പം കർത്താവ് അത് വർദ്ധിപ്പിക്കും, അനുഗ്രഹിക്കട്ടെ. ഇനിയും എപ്പോഴും ഓർത്തോണം. ഞാൻ എപ്പോഴും ഒരു വിഷയം നമ്മൾ ഭാരപ്പെടുമ്പോൾ തന്നെ, ഏതെങ്കിലും ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ തന്നെ ഒരു കാര്യം അപ്പം തന്നെ എടുത്തോളാം. ഞാൻ ഈ വിഷയത്തിൻ്റെ മേൽ സാക്ഷ്യമായി തീരുമെന്ന് പറയണം. എൻ്റെ കൂടെ പറഞ്ഞേ, എല്ലാ വിഷയത്തിൻ്റെ മേൽ ഞാൻ സാക്ഷ്യമായി തീരും. എല്ലാ അപ്പം വിഷയത്തിനും തന്നെ ഞാൻ പറഞ്ഞോളൂ, സാക്ഷ്യമായി അപ്പം തന്നെ തീരും. പറഞ്ഞോളൂ. അപ്പം തന്നെ നമ്മൾ ഉറപ്പിച്ചോണം. കർത്താവ് അത് അത്ഭുതമാക്കി തീർക്കും. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. ഈ സമയം സൂമിൽ മാത്രമല്ല, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നവർ അനേക ആളുകൾ കർത്താവിൻ്റെ, അവരെ ദൈവം തൊട്ടതും ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത സൗഖ്യങ്ങളും സാക്ഷ്യങ്ങളും ആലോചനകളും എല്ലാം പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ എപ്പോഴും പറയുന്നതുപോലെ നിങ്ങൾ കഴിവതും സൂമിൽ തന്നെ വന്ന് സാക്ഷ്യങ്ങൾ പറയും. എന്തുകൊണ്ടെന്നാൽ അനേകർക്ക് അത് കേൾക്കുമ്പം ചിലപ്പോൾ അവരുടെ വിഷയത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടാകുവാൻ, വിശ്വാസം ഉണ്ടാകുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്യുക. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവേ, എനിക്കത് തന്നതിനായി നന്ദി എന്ന് പറഞ്ഞുകൊണ്ട്, ലഭിച്ചതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് നമുക്കത് തരും. മൈക്ക് മ്യൂട്ട് ചെയ്യണം എല്ലാവരും. ഇപ്പോൾ തന്നെ